മണിക്കൂർ പിടിച്ചു ഇതൊന്ന് സെറ്റപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. കണ്ടു എന്നെ കാണുമ്പോൾ എന്നെ ശരിക്കും ഒരു അവതാറ് ലുക്ക് തന്നെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതല്ല മിക്കവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും, കുറേ പേരൊക്കെ വീഡിയോസിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസമൊക്കെയാണ് കിട്ടുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം. ഹെയർ സ്റ്റൈൽ ഇട്ടാലും പേടിക്കരുതിട്ടാ, കാരണം ഇതാണ് പുതിയ ഹെയർ സ്റ്റൈൽ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഒരു അവതാർ ലുക്ക് വരും ലാസ്റ്റ് ആകുമ്പോട്ടാ. പക്ഷെ നാളെയൊക്കെ അതായത് പിറ്റേ ദിവസം അടുത്ത ദിവസം വല്ല പരിപാടീസ് ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ രാത്രി കെട്ടിയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അടിപൊളി ലുക്കായിരിക്കും കാണാൻ. ഞാൻ എന്തായാലും ഫൈനൽ ലുക്ക് നാളെ കാണിച്ചു തരാം. ഇതെന്തായാലും ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. വരെ മെടഞ്ഞിടണം കേട്ടോ. എൻ്റെത് മെടഞ്ഞിട്ടതായിരുന്നു, പക്ഷെ കുറച്ചും കൂടി ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കെട്ടി വെച്ചപ്പോഴേ ഇത് അഴിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഭാഗം കുറച്ചിശ മുടി എടുത്തിട്ട് വേണം സാധാ മെടഞ്ഞു വിടുന്ന പോലെ ഈ തുമ്പ് വരെ മെടഞ്ഞിടുന്നത്. ലോങ് ഹെയർ എന്നെപ്പോലുള്ള ലോങ് ഹെയർ ഉള്ളവർക്ക് നല്ല പാടായിരിക്കും. അത്യാവശ്യം നല്ല ടൈം എടുക്കും എല്ലാം കഴിയാൻ കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങിയെങ്കിൽ പെട്ടെന്ന് കഴിയത്തുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ചായിട്ട് എടുത്തുകൊണ്ട് കാണിച്ചു തരാം. ഇവിടെ ഞാൻ കുറച്ച് കാണുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ചുരുണ്ട ഹെയർ ഉള്ളവർക്കാണെങ്കിൽ എൻ്റെ കുറച്ച് കേളി ഹെയറാണ്. കൂടുതൽ വെളിച്ചെണ്ണ വയ്ക്കുമ്പോഴാണ് എൻ്റെ കൂടുതൽ കേളി വരും. എന്നാലും കുറച്ച് ചുരുണ്ടതാണ്. ഇത് കണ്ടോ, മണക്കമുളക്കായിട്ട് ഇങ്ങനെ എടുക്കും. അപ്പോൾ കേളി ഹെയർ ആയിട്ടുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി കേളി ഒരു ലുക്ക് തോന്നും. പിന്നെ അത്യാവശ്യം നല്ല പോളിയുള്ള പോലെ തോന്നും ഹെയർ. നന്നായി പാറി പറഞ്ഞു നിൽക്കും. ഇത് ഏകദേശം ഇപ്പോൾ സമയം 2 മണി കവറായിട്ടുണ്ടാവും. ഇപ്പോൾ തുടങ്ങിയെങ്കിൽ അത്യാവശ്യം 16 മണിക്ക് കഴിയും. കാരണം ഇത് അടി വരെ അറിയേണ്ടത് നമ്മൾ നല്ല മടി വരും. ഇതൊക്കെ ഞാൻ 2-3 കുറച്ച് മുന്നേ ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെ എനിക്ക് മടിയായി ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ എന്തായാലും പിന്നെ ഫുള്ളാക്കാൻ വിചാരിച്ചത്. നാളെ പ്രത്യേകിച്ച് പരിപാടി മതി, പക്ഷേ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് പോകേണ്ടി എന്ന് തോന്നുന്നത്. ഇപ്പോൾ എന്തായാലും സെറ്റ് ചെയ്യാറുണ്ട്. ഞാനത് 1-2 തവണ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടായിരുന്നു കിട്ടിയിരുന്നത്. നല്ല പൊളിമേച്ചറായിട്ടുള്ള ഹെയർ ആയിരുന്നു. അപ്പോൾ 2-3 മണിക്കൂർ പിടിച്ചു ഇതൊന്ന് സെറ്റപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. കണ്ടു. അപ്പോൾ ഇതിങ്ങനെ മെടഞ്ഞിട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്നിച്ചൊരു മെടയിലും കൂടി ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി ബണ്ണിട്ട് വെക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് കൈക്ക് കഴിച്ചിട്ടത് ഫുള്ള് മെടഞ്ഞ് വന്നപ്പോൾ തന്നെ കുറേ നേരം എടുത്തു. ഞാൻ എന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് പിന്നെ വീണ്ടും മെടഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു രൂപത്തേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ നാളെ അവൻ കാത്തിരിക്കുകയാണ് ഞാൻ. ഇന്നലെ ഞാൻ ഉച്ചരിഞ്ഞ് കിട്ടിച്ച കോലാണ്. ഇതെന്തായാലും ഒന്ന് അഴിച്ചു നോക്കാം എങ്ങനെയായിരിക്കും ഒന്ന് കാണാൻ ഭയങ്കര ആകാംക്ഷയിലാണ്. എന്നെ കാണുമ്പോൾ എന്നെ ശരിക്കും ഒരു അവതാറ് ലുക്ക് തന്നെ. ഇതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്ന് തന്നെ മനസ്സിലാവണില്ല. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതെന്തായാലും ഏകദേശം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറത്തെ പണിയായിരുന്നു. പിന്നെ ചെട കുത്താണ്ട് പതുക്കെ വേണം അഴിച്ചെടുക്കാൻ. ഞാൻ മുന്നേ ചെയ്തപ്പോൾ ഇത്രയ്ക്കും ചെറുതാക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി വലുപ്പാക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട്. കാരണം ലോങ് ഹെയർ ആയ കാരണം കൊണ്ട് ഇത് കൈ കഴിക്കും. സത്യം പറഞ്ഞാൽ ഫുള്ള് മെടഞ്ഞടിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഇപ്പോഴേ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുന്നുണ്ട്. ആ ഒരു ചുരുണ്ട മുടിയായിട്ടുണ്ട്. ലാസ്റ്റ് ഇപ്പോൾ എളിമണിയുടെ പോലെ ഇരിക്കാവോ? എനിക്കിപ്പോൾ എന്നെ തന്നെ കണ്ടിട്ട് എന്തായിരിക്കും ലാസ്റ്റ് എന്നുള്ളത് കാണാനുള്ളൊരു ആകാംക്ഷയിലാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് വേഗം ഫുഡൊക്കെ കഴിച്ച് ചായ കുടിച്ച് വേഗം ഈ പണിക്കിരിക്കാൻ വെച്ചത്. കാരണം ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല കേട്ടോ ഇന്നത്തെ ദിവസം. ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഭംഗിയൊന്നും പിന്നെ കിട്ടത്തില്ല. ഹെയർ വാഷ് ചെയ്യാണ്ട് ഇന്ന് ഫുള്ള് ഇങ്ങനെ സെറ്റ് ചെയ്ത് നടക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇതൊക്കെ അഴിച്ചുണ്ടാക്കണ്ട. സത്യം പറഞ്ഞാൽ എനിക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇത് അഴിക്കാൻ എളുപ്പമല്ല.
കുറച്ച് ഗുസ്തി എടുക്കേണ്ടി. മുടി ഇവിടെ സെറ്റായിട്ടുണ്ട്. ക്യാമറയിൽ അധികം അറിയണില്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ പിന്നെ ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. ഇന്നത്തെ അത്രയ്ക്ക് സെറ്റായതുകൊണ്ട്, കാരണം എൻ്റെ ഹെയറിൽ കുറച്ച് ഓയിലുണ്ടായിരുന്നു, അത് കാരണം കൊണ്ടാകുന്നുണ്ട് അധികം അങ്ങോട്ട് സെറ്റായിട്ടില്ല. എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിൽ തന്നെ പിക്കും കൊടുക്കാം. കണ്ടോ, വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഹെയർ അടിപൊളിയായിട്ട് നല്ല വോളിമൈസ്ഡ് ആയിട്ട് നിൽക്കും കേട്ടോ. നിങ്ങൾക്ക് എവിടേക്കെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കും. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.